പുറത്ത് ഒരു പുത്തൻ അനുഭവമായിരിക്കും ഇതുപോലുള്ള അനുസ്മരണ സമ്മേളനങ്ങളും അതിലെ പരാമർശ വിഷയങ്ങളും. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ സന്ദേശമേറ്റെടുത്ത് ഈ സമൂഹത്തെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നയിക്കുകയും വളരെ പ്രയാസകരമായ ഒരു ചുറ്റുപാടിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് തങ്ങളവരുകളെ അനുസ്മരിക്കുമ്പോൾ നമുക്കുണ്ടാവുക. തങ്ങളവിടെ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചരിത്രപരമായിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. രാജ്യത്തെ വൈദേശിക അധീനവൈശ്യത്തിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് തങ്ങന്മാരുടെ കുടുംബം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. നമ്മൾ തങ്ങന്മാരെന്ന് പറയും. ഇന്ത്യയിൽ കടന്നു വന്ന സൂഫികളും തങ്ങന്മാരും ആ കാലഘട്ടത്തിൽ ആത്മീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങളിലും രാജ്യകാര്യങ്ങളിലും സജീവമായ പങ്കാളിത്തവും സജീവമായിട്ടുള്ള നേതൃത്വവും സാന്നിധ്യം വഹിച്ചു പോന്നവരായിരുന്നു. ഈ രാജ്യത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായുള്ള പോരാട്ടങ്ങളിലും എല്ലാ രീതിയിലുള്ള നേതൃത്വവും നൽകുകയും ജനങ്ങളതിനെ അണിച്ചൊരുക്കുകയും ചെയ്ത അത്രയും ജനസ്വാധീനമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ആ പരമ്പര മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയാം, സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ മഹാനായ പൂക്കോയ തങ്ങളുടെ പിതാവായിരുന്നു. ഇതുപോലെ തന്നെ അതിവേനശക പോരാട്ടത്തിൽ പങ്കെടുത്ത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത് ബെല്ലാരി ജയിലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ മരിക്കുകയുമാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. മമ്പുറത്ത് കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഈ വൈദേശിക പോരാട്ടത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചവരാണ്. ആധ്യാത്മിക രംഗത്തും മതരംഗത്തും സജീവമായ സാന്നിധ്യമുള്ളതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി അവർ പറയുന്നതിനനുസരിച്ച് ജനസഞ്ചയം മുന്നോട്ട് പോകുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ അപകടകരമാണെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയൊരു കാലഘട്ടത്തിൽ അന്ന് മലബാറിലെ കോഴിക്കോട് കലക്ടറായിരുന്ന കോണാലി സാഹിബ് അദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. ഒരു വേള അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അറേബ്യയിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അതിന് അംഗീകാരം ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യമനിലെ ഗവർണറായി, അവിടെയുള്ള ഭരണത്തിന്റെ ഉപദേഷ്ടാവായി, തുർക്കിയിലെ ഉപദേഷ്ടാവായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.